ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ നോക്കട്ടെ ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇതാക്കുന്നതായിരുന്നു, ഫസ്റ്റ് അടിക്കുന്നതായിരുന്നു. നമുക്ക് ഇത് നോക്കാം, ഫസ്റ്റ് അടിക്കോ ഇല്ലയോ. ചില ആൾക്കാരൊക്കെ ഇതിന്റെ മൊത്തം ഈ പൂച്ചിക്ക് ഉണ്ടാവും. പക്ഷെ കണ്ണ മക്കളെ ഇത് എങ്ങനെ ജയിക്കുന്നുള്ളൂ. കഴിഞ്ഞ കളി സംഭവം നമ്മൾ ഫുൾ സെറ്റപ്പ് ആയിരുന്നു. ബട്ട് അവിടൊന്നും ആരോ എന്നെ തള്ളി വീത്തിട്ടു. മറ്റേ ഓന അമ്പ് വാങ്ങിയിട്ടാണോ എന്നറിയില്ല. ഞാൻ ഇത് വിട്ട് എൻ്റർപോൾ വിട്ട് ഞാൻ പറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പറക്കുന്ന കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി. അപ്പൊ നല്ല അടിയിലേക്ക് ആയിപ്പോയി. സീനൊന്നുമില്ല. ഈ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ മുന്നേ കളിച്ചപ്പോ ഈ സ്ഥലം ഞാൻ കളിച്ചിട്ടുണ്ട്. അഞ്ചെണ്ണായിട്ട് ഇവിടെ വന്നാൽ പിടിച്ചാൽ വലിയ കഷ്ടപ്പാടാ കഴിച്ചു ഇവര് വന്നതിനാൽ. ഒന്നാമത് ഡയമണ്ട് കിട്ടുന്ന സ്ഥലം ഇവിടെ അടുത്ത് ആയനെ കൊണ്ട് ഈ കൂടെ എങ്ങനെ വിട്ടതിന്റെ അവിടെ ഡയമണ്ട് ഉണ്ട്. കുറച്ച് ഒരു ബ്രിഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ക്രൂ പോലത്തെ സാധനം എന്ത് വൃത്തിക്ക് 32 ബ്ലോക്ക് വൃത്തിക്ക് കറക്റ്റ് വരാറ്. രണ്ടെണ്ണം വെച്ചിട്ട് മറ്റേ സാധനം അവിടെ ബെഡ് കവർ ചെയ്യല്ലേ മൊണ്ണ. ഞാൻ പിന്നെ എന്ത് കുഞ്ഞു 4 വേണം. ഗൈസ് നമ്മള് വേറെ കാര്യം പറയാൻ മറന്നുപോയി. ടെക്നോബ്ലേഡിനെ ഡ്രീമിനെയും അറിയുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ടെക്നോബ്ലേഡിനെ അറിയില്ല, അപ്പോൾ ഡ്രീമിനെ മാത്രം അറിയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അത്രേ ഉള്ളൂ, അത്രേ നമുക്ക് പറയാനുള്ളൂ. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കും മൈൻക്രാഫ്റ്റ് കളിക്കാൻ പുതിയ. പിന്നെ വേറെ സാധനം പറയാൻ പറ്റായി, ഡോണ്ട് എസ് എം ബി ഇതാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവറാണ്. സെർവറിൽ വൃത്തിക്ക് നമുക്ക് ഗെയിമൊക്കെ കളിക്കാം. മൈൻക്രാഫ്റ്റ് തന്നെയാണ് സംഭവം. എന്നാലും നമുക്ക് ഓപ്ഷൻ വഴി സാധനം വിറ്റ് പൈസ ഉണ്ടാക്കാം. ഇതാണ് enemy entered bro. What the എന്താണ് ബ്രോ ഫുൾ നമ്മുടെ ടീം ഫുൾ പൊട്ടങ്ങളിയാ. തെളിച്ച എന്തോ ഭാഗ്യണ്ട്. ഇതൊക്കെ മോനെ അതിന്റെ ഇടക്ക് വരെ അതും പൊട്ടിയത്. ചോപ്പ് അതിന് കുറച്ച് ഇതാണ്, ഫയറാണ്. മരം വാങ്ങും. കുറച്ച് ഫയറുള്ള ടീംസ്. ഞാൻ മറ്റേതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മോനെ എപ്പൊ ചത്തി ഉണ്ടാവും. ഊളത്തെ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഭാഗ്യണ്ടായി. ഇനി നമുക്ക് എടുക്കാൻ വേണ്ടിയത് 5 ഡയമണ്ട് അതിന് കൊടുക്കാനുള്ളതാണ്. പിന്നെ ആളല്ലേ ആളെ കോപ്പി ചെയ്യാം. അങ്ങനെ ഗൈസ് ഇത് അപ്ഗ്രേഡ് ചെയ്താ 4 എമറാൾഡോ. അപ്പൊ അത് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാല് 28 ഡയമണ്ട്സ് ഉള്ളില്ലല്ലോ. എന്താണ് ഗൈസ് 21 24 26
റെഡ് ഫയറാണ് കേട്ടോ ഗൈസ്. റെഡ് കടും ഫയറാണ്. റെഡ് കടും ഫയറാണ്. പക്ഷെ റെഡൊന്ന് ചെറുതായിട്ട് കാല് തെന്നി വീണിട്ടുണ്ട്. ഇന്നത്തെ മയ്യത്തടിക്കും. റെഡിന്റെ ബെഡ് കുട്ടിയില്ലല്ലോ. റെഡിന്റെ ബെഡ് പൊട്ടിയില്ല ഗൈസ്. റെഡിന്റെ ബെഡ് ഫുൾ ഫ്രീ ആണ്. റെഡിന്റെ ബെഡ് വേഗം പോയി പൊട്ടിക്ക്. റെഡിന്റെ ബെഡ് വേഗം പോയി പൊട്ടിക്ക്. എന്റെ പൊന്ന്, അവരെ ബെഡ് സേഫ് ആക്കാണ്ടാണ് നമ്മുടെ ബെഡ് പൊട്ടിക്കാൻ വന്നത്. എന്റെ പേര് ഒറ്റൊരു സപ്പോർട്ടർ ഉണ്ടെങ്കിൽ സെറ്റ് ആകുന്നുണ്ട് ഗൈസ്. തോന്നി ഇവര് എന്തെങ്കിലും ട്രാപ്പ് ഒപ്പിച്ചൊക്കെ ഇരിക്കും. അവരൊരു ഒലക്കമത്ത ട്രാപ്പ്. എന്റെ പൊന്ന്, അവൻ ഇനിയിപ്പോ ഇതാക്കിയിട്ടുണ്ടാവും. ഷിറ്റ് ഗൈസ്, അവിടെ ടൈമിന്റെ കളി. ഷിറ്റ് ഷിറ്റ് ഷിറ്റ്. വല്ല പോവാ. അവര് ബെഡൊക്കെ പൊട്ടിച്ചില്ലേ ഗൈസ്. നാലിപ്പോ ഇപ്പൊ പോയി പൊട്ടിക്കും ഗൈസ്. ജസ്റ്റ് മിസ് ഉണ്ട് ഗൈസ്. വൃത്തിക്ക് കിട്ടണ്ടേ. അവരെ ബെഡ് കവർ ചെയ്യരുത്. അവരെ വിചാരം നമ്മളൊന്നും വരുത്തില്ല. നമ്മളൊക്കെ കത്തിച്ച് വരണം. തെണ്ടികൾ അവരെ കവർ ചെയ്ത് കിട്ടി ചാൻസ് കേട്ടോ ഗൈസ്. അവരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വൃത്തിക്ക് കളി. റെഡിനെ നമുക്ക് പൊട്ടിക്കാം. ഒരു സ്റ്റാക്ക്. റെഡ് എത്തി. ഓടിക്കോ. പൊട്ടിച്ച്. കുടുംബ സംഘമാണോ? സംശയമുണ്ട്. എല്ലാരും പച്ചുണ്ട്. നമ്മളിപ്പോ ക്രൗച്ച് ചെയ്ത് നിൽക്കാണ്ടോ ഗൈസ്. ഒറ്റമൈൻഡ് ഇറങ്ങി പോയി ചെയ്യാൻ ചാവുന്ന ഗൈസ്. നമ്മളെ ടീമോ ഗൈസ്? അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി നമ്മളെ ടീം തന്നെ ആട്ടോ ഗൈസ്. നമ്മളെ ടീം അതാ അവരെ ബീറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കാട്ടോ ഗൈസ്. നമുക്കൊരു ബട്ട് ചെറിയ സീൻ ഗൈസ്. അവൻ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ സീനാണെന്നുള്ള കാര്യം കൺഫേം ആണ്. ചാവ ചത്ത്. ഫൈനൽ സ്റ്റോപ്പിനായിട്ട് കിട്ടിയില്ലല്ലോ. ആകെ തലക്ക് ഭ്രാന്തടിച്ചിരിക്കുകയാണ്. ഗൈസ് സ്റ്റോപ്പ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്.
മുമ്പിലുള്ള രണ്ടാമത്തെ ഓട്ടം. പോലത്തെ ഒരുത്തനാണ്. ഇനി നമുക്ക് കളിക്കാൻ പോകുന്നത് ബെഡ് വാർസ്. നമ്മൾ ബാക്കോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ബെസ്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റിയ എന്താണ് ബിൽഡ് ബാറ്റ്. ജസ്റ്റ് നമുക്ക് ബിൽഡ് ബാറ്റ് കളിച്ചു നോക്കാം. സോ ബിൽഡ് ബാറ്റിലല്ലേ സ്പീഡ് ബിൽഡ് ബാറ്റ്. ബാറ്റിലേക്ക് ഫൈവ് പ്ലേയേഴ്സ് ആവശ്യമുണ്ട്. എവിടെ പ്ലേയേഴ്സ് ഒന്നും ഇല്ല. എന്നാ നമുക്ക് വേറെ കളിക്കാം. നേരെ ഹോം പോയിട്ടുണ്ട്. എന്താ കളിക്കാം? ഓക്കെ, ഇതിന്റെ സ്ഥലത്ത് സ്കൈ വാർസ് ഏതാപ്പം കളിക്കാം? ഏതാ ഹൈഡ് ആൻഡ് സീക്കോ സർവൈവലിന് എന്താ കളിക്കാം? ടൈമും കേട്ടോ എല്ലാവരും ലെവൽ വന്നോ. സർവൈവൽ എനിക്ക് മനസ്സിലായി. ജസ്റ്റ് ഒന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പി സി ആകുമ്പോ നമുക്ക് സുഖമുണ്ടോ ഗൈസ്. ഫോണാണെങ്കിലാണ് പാട്. ഓടിക്കോ എല്ലാരും ഒന്നടിക്കാൻ ചെയ്യത്. ഓക്കെ,
ഫുൾ ചെയിൻ ആർമറാണ് പറയുന്ന നമ്മള് ചെയിൻ ആർമറാണ് ഗൈസ് അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഒരു ബോ ആൻസർ ഒരൊത്താക്കി ബോ ആൻസർ വെച്ചിട്ട് ജസ്റ്റ് കാര്യങ്ങൾ relax with go, 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 go. Hello. Okay, rematch. Oh man. Ini terus ada kali. Oh. Kujayo guys. ക്ഷമിക്കണം വൃത്തിക്ക് കളിച്ചായിരുന്നു അപ്പോഴാണ് ചെറിയൊരു ഫാൾട്ട് പറ്റി ഞാൻ വിചാരിച്ച് ഞാൻ അതിനാണ് കളിക്കുന്നത് PvP പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കളിക്കുന്നതിനെ കൊണ്ടാണ് PvP ഇത്ര കളിക്കുന്നത് Yeah. Guys, ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ കളിക്ക് നമ്മൾ ജയിക്കേണ്ടതായിരുന്നു ബട്ട് അപ്പോൾ ഗൈസ് ഇന്നത്തോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ബൈ സീ യു ഗൈസ്